2016 ഒന്നാം പിണറായി സർക്കാർ നിലവിൽ വന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജനങ്ങളെ കേൾക്കുന്നു, ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരുപാട് പ്രൊപ്പഗാൻഡ മെഷീനറി, അതായത് പല പബ്ലിക് റിലേഷൻസ് ഏജൻസികളെ കൊണ്ടുള്ള പ്രൊപ്പഗാൻഡ മെഷീനറി, അതെന്നും ഓരോന്നും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കേരളീയം വളരെ ക്ലിയർ ആയിട്ടാണ് ഒരാഴ്ച കേരളീയം മാമാങ്കം നടത്തിയത്. അത് കഴിഞ്ഞ് നവകേരള സദസ്സ് വന്നു. നവകേരള സദസ്സ് വന്നത് ജനങ്ങളെ കേൾക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്ന് പറഞ്ഞാണ് നവകേരള സദസ്സ് നടത്തിയത്. അതെങ്ങനെ നടത്തിയെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചിന്താക്കുഴപ്പം ഉണ്ടാകുന്നത്. അതായത് ജനങ്ങളെ കേൾക്കാൻ ഇറങ്ങുന്നതിന് 1,05,00,000 രൂപ ചെലവഴിച്ച് ഒരു ബസ്, ഈ പ്രക്രിയക്ക് മാത്രമായിട്ട് ഒരു ബസ് നിർമ്മിക്കാൻ ഓർഡർ കൊടുത്ത് നിർമ്മിച്ച് 1,05,00,000 രൂപയുടെ ആ ബസ് ഇവിടെ വരുന്നു. ബസ് വന്നു കഴിഞ്ഞ് അതോ ആ ബസ്സിന്റെ സൗകര്യങ്ങളൊക്കെ നമുക്കറിയാമോ, ഏത് തരത്തിലുള്ള ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യപ്രദമായ സീറ്റ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഹൈലി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്വന്തം മുറിയിൽ, ഒറ്റ മുറിയിൽ ഇരിക്കുന്നവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചാണ് ആ ബസ്സിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ മന്ത്രിമാർ യാത്ര ചെയ്തത്. പക്ഷെ അതും ജനം ക്ഷമിച്ചു. എന്തുകൊണ്ടാണ്? ഇത്രയും മന്ത്രിമാർ അവരുടെ ഔദ്യോഗിക വാഹനങ്ങളും അകമ്പടിയും ഒക്കെ ആയിട്ട് പുറപ്പെടുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ് ഇങ്ങനെ 1,05,00,000 മുടക്കി ഒരു ബസ് വാങ്ങി ആ ബസ്സിൽ എല്ലാവരും കൂടി യാത്ര ചെയ്യണേ എന്ന് കരുതി. പക്ഷെ നമ്മൾ എന്താ കണ്ടത്? ആ ബസ്സിൽ ഈ മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ അകമ്പടിക്കാരും ഒക്കെ ഈ ബസ്സിനെ അനുധാവനം ചെയ്ത് യാത്ര ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ജനങ്ങളെ കേൾക്കാനുള്ള ജനങ്ങളുടെ അപേക്ഷകൾ, ജനങ്ങളുടെ പരാതികൾ എല്ലാം ഈ നവകേരള സദസ്സിൽ സ്വീകരിച്ചു. പക്ഷെ അതിലൊന്നെങ്കിലും നടപ്പാക്കിയതായി, കണക്കിലെടുത്തതായിട്ട് പിന്നീട് അതായത് നവകേരള സദസ്സിൽ കിട്ടിയ ആപ്ലിക്കേഷൻസ്, പരിഹാരം നേടാനുള്ള പരാതികൾ ഇത്ര ലക്ഷങ്ങളായിരുന്നു, അതിൽ ഇത്ര ലക്ഷങ്ങൾ ഇത്തരം പരാതികളായിരുന്നു, ആ പരാതികളുടെ അവസരോചിതമായ തരത്തിലുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു, ഇത്ര ശതമാനത്തിന് പരിഹാരം കണ്ടെത്തി, ഇത്ര ശതമാനത്തിന് പരിഹാരം കാണാൻ, ഇങ്ങനെയുള്ള യാതൊരു റിപ്പോർട്ടും പുറത്തു വന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ അതും ഒരു പ്രഹസനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, കാലിക്കടവില് കാസർഗോഡ് തുടങ്ങിയ എൻ്റെ കേരളം പ്രോഗ്രാം അത് മറ്റൊരു പ്രഹസനമായിരുന്നു. ഇപ്പൊ പറയുകയാണ് കേരള സർവേ നടത്താൻ പോകുന്നു എന്ന്. ഈ കേരള സർവേ നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ ഈ കേരള സർവേ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേനും അസംബ്ലി ഇലക്ഷൻ വരുന്നു. ഇപ്പൊ പഞ്ചായത്ത് ലെവലിലേക്കുള്ള ഇലക്ഷന്റെ ഡിക്ലറേഷൻ കഴിഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഈ പറയപ്പെട്ട കേരള സർവേ തുടങ്ങുന്നു. അപ്പൊ ഈ കേരള സർവേയുടെ ഉദ്ദേശം എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് കിട്ടിയാലും കേരളത്തിലെ ഭരണം ഇടതുപക്ഷത്തിന് കിട്ടുന്നില്ല. ഇടതുപക്ഷത്തിന് ഭരണം കിട്ടണമെങ്കിൽ അസംബ്ലി ഇലക്ഷൻ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം. ആ കൈകാര്യം ചെയ്യലിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട നവകേരള സർവേ എന്നൊരു പ്രത്യേക പരിപാടി, അത് ഒരു PR വർക്കാണ് തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ പണിപ്പുരയിൽ എന്തൊക്കെയാണ്? ആ PR വർക്കിന് വേണ്ടി ഒരു ജനശക്തി തന്നെ രൂപീകരിക്കണം. ആ ജനശക്തി രൂപീകരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? അത് LDFിനോട് ആഭിമുഖ്യമുള്ളവരെ മാത്രം ചേർത്ത് അതിനെ നയിക്കാനായിട്ട് കേന്ദ്ര സർവീസിൽ നിന്ന്, അതുപോലെ സംസ്ഥാന സർവീസിൽ നിന്ന് ഒക്കെ റിട്ടയർ ചെയ്ത LDF അനുകൂലികൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാം LDF അതായത് സഖാക്കളായിരിക്കണം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്, അതിനകത്ത് മുഴുവൻ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ നവകേരള സർവേ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇത് എന്തിനു പകരമാണ് എന്നും കൂടി നമുക്ക് ആലോചിക്കേണ്ടി വരും. എന്തിനു പകരമാണ് എന്ന് ചോദിച്ചാൽ, രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയാണ് ഭരണത്തിൽ വരുന്നത്? ആ സമയത്ത് കോവിഡ് മഹാമാരിയായിരുന്നു.
കോവിഡ് മഹാമാരി ആയിരുന്നപ്പോൾ ഇവരുടെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം നേട്ടത്തിന്, രണ്ടാം തവണയുള്ള ഭരണ നേട്ടത്തിന് സഹായകമായി ഭവിച്ചത് എന്താണ്? 2013 ഭക്ഷ്യസുരക്ഷാ നിയമം, ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആണ്. ആ ആക്ട് എന്താണ് പറയുന്നത്? പ്രതിസന്ധി ഘട്ടം, അതായത് പട്ടിണി കിടക്കേണ്ടി വരും എന്ന തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ, ഓർമ്മിക്കണം, നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്തും അതിനുശേഷം ഒരു 1980 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 3 വർഷം എടുത്ത് അതിൽ 1 വർഷം ബുദ്ധിമുട്ടുള്ള, അതായത് കൃഷിനാശം വന്ന വർഷമായിരിക്കും. അപ്പോൾ നമ്മൾ PL 480, അമേരിക്കയുടെ PL 480 ഒക്കെ അനുസരിച്ച് ഒരുപാട് ധാന്യങ്ങളും ഒക്കെ ഇറക്കുമതി ചെയ്തും ഒക്കെയാണ് ജീവസന്ധാരണം നടത്തിയിരുന്നത്. ഈ അവസ്ഥ കൊണ്ടാണ് 1966 തന്നെ നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മുടെ റേഷനിങ് സമ്പ്രദായം കൊണ്ടുവരേണ്ടി വന്നത് തന്നെ. അപ്പം അങ്ങനെ വന്നിരുന്ന അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ നേടി നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്കും അതായത് നമ്മുടെ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരെ നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഒരു വലിയ പ്രതിസന്ധി ഘട്ടം അത് ഏത് രാജ്യത്തും ഏത് കാലഘട്ടത്തിലും ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടമാണ് നമ്മുടെ കോവിഡ് മഹാമാരി. കോവിഡ് മഹാമാരി വന്നപ്പോൾ രാജ്യം മുഴുവനും അടച്ചിട്ടു. അതുപോലെ തന്നെ എല്ലാ മേഖലകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഈ പറയപ്പെട്ട പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ജനലക്ഷങ്ങൾ, ചിലപ്പോൾ ജനകോടികൾ മരിച്ചു വീഴുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷണം മനുഷ്യന്റെ മൗലിക അവകാശമാക്കിക്കൊണ്ടുള്ള ഒരു ആക്ട് 2013 UPA ഗവൺമെന്റ് കൊണ്ടുവന്നത്. ആ ആക്ട് താഴെ തട്ടിൽ നിന്ന്, അതായത് നമ്മുടെ മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ്, ഇങ്ങനെ മുകളിലേക്ക് കാർഡുകൾ, അപ്പൊ 68% ജനങ്ങൾക്ക്, താഴെ തട്ടിൽ നിന്ന് 68% ജനങ്ങൾക്ക് ഭക്ഷണം അവകാശമാക്കുന്നതാണ് ആ നിയമം. ഭക്ഷണം അവകാശമാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണമാണ്? അരി, ഗോതമ്പ്, ആട്ട, 5 തരം പയറുവർഗ്ഗങ്ങൾ, പഞ്ചസാര, എഡിബിൾ ഓയിൽ, ഭക്ഷ്യ എണ്ണ, ഇത്രയും സാധനങ്ങളാണ് അവകാശമായിട്ട് ആ വിധി പറയുന്നത്, ആ ആക്ടിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ കോവിഡ് കാലത്ത് ഇഷ്ടം പോലെ ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ കേരളത്തിന് ലഭിച്ചു. കേരളത്തിന് അപ്പോഴുള്ള ആവശ്യത്തിൽ ഉപരി ലഭിച്ചു. അങ്ങനെ ഉപരി ലഭിച്ചപ്പോൾ അത് മുഴുവനും കമ്മ്യൂണിറ്റി കിച്ചൺ ആക്കുന്ന കാര്യം കുടുംബശ്രീയാണ് ചെയ്തത്. അങ്ങനെ കമ്മ്യൂണിറ്റി കിച്ചണാക്കി എല്ലാവരെയും പോഷിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടോ ഇലക്ഷൻ വരുന്നു എന്നായപ്പോഴേക്കും കിറ്റാക്കി. ആര് കിറ്റാക്കി? നമ്മുടെ റേഷൻ കടകളിൽ അതെല്ലാം കിറ്റാക്കിയിട്ട് ആ കിറ്റ് വീടാന്തരം നടന്ന് സഖാക്കൾ അവർ അനുഭാവമുള്ള ഭവനങ്ങളിൽ എത്തിച്ചു. അങ്ങനെ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും വഴിയാണ് ഗവൺമെന്റ് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചത്. അങ്ങനെ ജനിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് സമ്പുഷ്ടമായി കിറ്റ് കിട്ടി. അതിന്റെ ഫലമായിട്ട് വീണ്ടും രണ്ടാം ഘട്ടം ഭരണത്തിൽ വന്നു. അതാണ് രണ്ടാം ഘട്ട ഭരണത്തിൽ വന്നത്. അല്ലാതെ ഒന്നാം ഘട്ട ഭരണത്തിന്റെ മേന്മ കൊണ്ടല്ല രണ്ടാം ഘട്ട ഭരണത്തിൽ വന്നത്. അങ്ങനെ വന്നതുപോലെ ഇനി മൂന്നാം ഘട്ടവും കടന്നു വരാൻ എന്താണ് ഒരു സാധ്യത? ആ സാധ്യതയെ പറ്റിയുള്ള ആലോചനയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും, അതായത് ഭരണ സംവിധാനത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാശയം ഉടലെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതാ ഈ കേരളീയം, നവകേരള സദസ്സ്, എൻ്റെ കേരളം, ഇങ്ങനെ എത്ര മാമാങ്കങ്ങൾ നടത്തി കോടികൾ, എത്ര ബഹുകോടികളാണ് ഇതിനൊക്കെ വേണ്ടി ചെലവിട്ടത്. അതായത് ധൂർത്ത് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അങ്ങനെ ചെയ്ത ആ ഗവൺമെന്റ് തന്നെയാണ് ഇപ്പൊ നവകേരള സർവേ, അതിദരിദ്രരെ കണ്ടെത്തി എന്ന് പറയുന്നത് ആരെയും കണ്ടെത്തിയിട്ടൊന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അങ്ങ് ഡിക്ലെയർ ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും. ഇതുപോലെ മീനിങ്ലെസ് ആയിട്ട് ആർക്കും സമൂഹത്തിന് ഒരു പ്രയോജനവും കിട്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തെ പറ്റി വലിയ തരത്തില് ഈ പറയപ്പെട്ട PR വർക്കുകളൊക്കെ ചെയ്ത് മനുഷ്യരില് വലിയ മഹത്വം, അതായത് ഈ ഗവൺമെന്റ്, ഈ LDF ഗവൺമെന്റ് എന്തോ വലിയ കാര്യം ചെയ്തു, കേരളത്തെ വലിയ തരത്തില് എന്താ പറയാ ക്ഷേമത്തിന്റെ മൂർധന്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള രീതി എന്തൊക്കെയാണ് പ്രചരിപ്പിച്ച് വച്ചിരിക്കുന്നത്. പക്ഷെ
യഥാർത്ഥ മലയാളിക്ക് അറിയാം ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യമല്ലെന്ന്. പക്ഷെ മലയാളക്കരയിൽ വരാതെ, മലയാളികളെ കാണാതെ എവിടെയെങ്കിലും നിന്ന് കേൾക്കുന്നവരൊക്കെ വിചാരിക്കും ഇതൊക്കെ ശരിയായിരിക്കും എന്ന് ഒരു ധാരണ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിലാണ് ഇപ്പോൾ നവകേരള സർവേ നടത്തുന്നത്. എന്താണ് നവകേരള സർവേ നടത്തുന്നതിന്റെ ഉദ്ദേശം? കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ഈ പ്രാവശ്യം ഇല്ല. അങ്ങനെ ഭരണത്തിലേക്ക് വരാൻ ഒക്കില്ല. അങ്ങനെയാണെങ്കിൽ വേറൊരു മാർഗം, അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ബീഹാറിലെ ഓരോ സ്ത്രീക്കും 10,000 രൂപ വെച്ച് കൊടുക്കുന്നു. ഒറ്റ അടിക്കാണ് 10,000 രൂപ വെച്ച് കിട്ടുന്നത്. ബീഹാറിലെ ഏതെങ്കിലും സ്ത്രീ ജീവിതത്തിൽ 10,000 രൂപ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന വനിതയോ അല്ലെങ്കിൽ MLA MP ആയിരുന്നവരോ ഒക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർ. അല്ലാതെ സാധാരണ സ്ത്രീകൾ ജീവിതത്തിൽ 10,000 രൂപ ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ എന്ന് സംശയം. അപ്പൊ അങ്ങനെ ദരിദ്രരായ ജനങ്ങളുള്ള ഒരു നാട്ടിലെ സ്ത്രീകൾക്ക് 10,000 രൂപ വീതം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വോട്ടേഴ്സ് ഉള്ള നാട്ടിൽ ആ കൊടുക്കാമെന്ന് പറഞ്ഞ പാർട്ടിക്ക് ജയം ഉറപ്പാണ്. ഇത് സുപ്രീം കോടതി കണ്ടില്ലേ, കേട്ടില്ലേ എന്ന് ഞാൻ അന്തം വിടുന്നുണ്ട്. അതെ, ഇതിനെപ്പറ്റി കേസുമായിട്ട് ചെന്നപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഇങ്ങനെ ഫ്രീ ബീസ് കൊടുക്കുന്ന സംസ്കാരം ഡെമോക്രസിയുടെ വേരറുക്കും. ഇത് അതായത് BS ഗവായ് ആയിരുന്നു ബെഞ്ചാണ് പറഞ്ഞത്. ഒരു കാരണവശാലും ഫ്രീ ബീസ് കൊടുത്ത വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, അത് വലിയ തെറ്റാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ആണ് പറഞ്ഞത്. പക്ഷേ കോടതി അതിനകത്ത് യെസ് നോ എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അതിന് കോടതിക്ക് പരിമിതികളുണ്ട്. അപ്പൊ കോടതിയുടെ ഈ പരിമിതികളെ ചൂഷണം ചെയ്താണ് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ഇതുപോലെ ഫ്രീ ബീസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നതും കൊടുക്കുന്നതും. ജനങ്ങളുടെ നികുതി പണമല്ലേ എടുത്ത് കുറച്ചു പേർക്ക് കൊടുത്ത് വീണ്ടും വീണ്ടും ഭരണത്തിൽ വരിക. ഇതൊക്കെയാണ് ഇവരുടെ മാമാങ്കങ്ങളിൽ പെട്ടത്. അത് കേന്ദ്രവും കേരളവും ജ്യേഷ്ഠനും അനുജനും എന്ന പോലെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് പാർട്ടിക്കാരെയും മൂലക്കിരുത്തിക്കൊണ്ട് ഇതുപോലെ അഴിമതി ചെയ്ത്, ഇത് അഴിമതി എന്ന് തന്നെ വേണം പറയാനായിട്ട്, ഭരണത്തിൽ വരാം, അതിന് ഗവൺമെന്റുകളെ ചങ്ങലക്കിടാൻ കോടതി നോക്കരുത് എന്ന് നേരത്തെ തന്നെ കോടതിക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ജഡ്ജിമാരെ തീരുമാനിക്കുന്നതിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന് അപ്രമാദിത്വമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നാം ഇരിക്കുന്നത്. അപ്രമാദിത്യമല്ല, അപ്പർ ഹാൻഡ് ഉണ്ട്, അങ്ങനെയുള്ളൊരു കാലഘട്ടം. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ കേരളത്തിലും. അതായത് ജ്യേഷ്ഠൻ 10,000 രൂപ അവിടെ ഡിക്ലയർ ചെയ്തു, അനിയൻ ഇവിടെ 1000 രൂപ. ആർക്കാണ് ഡിക്ലയർ ചെയ്തിരിക്കുന്നത്? ഈ കേരള സർവേ ഒക്കെ തുടങ്ങാൻ പോകുന്നു. അതിനുള്ള എന്താണ് പറയുക, അതിനുള്ള ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യാൻ ഒരു റിക്രൂട്ട്മെന്റ് പോർട്ടൽ തന്നെ സ്വരൂപിക്കുന്നു, സൃഷ്ടിക്കുന്നു. ആ പോർട്ടലിലേക്ക് LDF അനുഭാവികളെ മാത്രം തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തവര്, സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തവര് ഒക്കെ വരുന്നു. പക്ഷെ എല്ലാവരും ആരൊക്കെ വന്നാലും അവരൊക്കെ LDFനോട് അനുഭാവം ഉള്ളവരായിരിക്കണം. അങ്ങനെ LDFന്റെ ഒരു എന്താ പറയുക, കിറ്റ് കൊടുക്കാൻ സഖാക്കൾ രണ്ടാം പിണറായി ഗവൺമെന്റിന് വേണ്ടി എങ്ങനെ വീട് വീടാന്തരം പോയോ അതുപോലെ വീട് വീടാന്തരം പോയി അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഈ പറയപ്പെട്ട 31 ലക്ഷത്തോളം സ്ത്രീകൾക്കാണ് ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 1000 രൂപ. ബീഹാറിൽ പ്രധാനമന്ത്രി 10,000 രൂപയാണ് ഒരു സ്ത്രീക്ക് ഡിക്ലെയർ ചെയ്തത്. ഇവിടെ പക്ഷെ അത്രയും ഒന്നുമില്ല. നല്ല ഫിസ്ക്കൽ ക്രൈസിസിലൂടെയാണല്ലോ സംസ്ഥാനം കടന്നു പോകുന്നത്. എങ്കിലും കണ്ടെത്തിയിരിക്കുന്നു 1000 രൂപ വീതം ഒരു 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക്. അവര് മഞ്ഞ കാർഡോ പിങ്ക് കാർഡോ ഉള്ളവരായിരിക്കണം, വേറെ ഇതുപോലെയുള്ള പെൻഷൻസ് ഒന്നും മേടിക്കാത്തവരുമായിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ, അതായത് പിന്നെ വിധവാ പെൻഷൻ കിട്ടുന്നവരുണ്ട്, അതുപോലെ എന്താ പറയുക ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, അതായത് പിന്നെ ഭിന്നശേഷി പെൻഷൻ മേടിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു പെൻഷനും കിട്ടാതെ ആരോഗ്യവതികളായ സ്ത്രീകൾ, അങ്ങനെയുള്ളവർക്കാണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള. ഓർക്കണം, അന്ന് സുപ്രീം കോടതി ഫെബ്രുവരി മാസത്തിൽ എടുത്ത ഇതിൽ പറയുന്നത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരെ ജോലിയിൽ മടിയുള്ളവരാക്കി തീർക്കും, അലസത സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ചെപ്പടി വിദ്യയും കാണിച്ച് ഭരണത്തിൽ വരാൻ ശ്രമിക്കരുത് എന്ന് കോടതി പറഞ്ഞത്. അതൊക്കെ പാടെ വിസ്മരിച്ചുകൊണ്ടാണ് 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർ മറ്റ് പെൻഷൻ മേടിക്കാത്തവര്, എന്ന് വെച്ചാൽ അംഗവൈകല്യമോ അങ്ങനെ യാതൊന്നും ഇല്ലാത്തവര്.
അങ്ങനെയുള്ളവർക്കാണ് 1000 രൂപ പ്രതിമാസം കൊടുക്കാമെന്ന് ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്ത് പോകുന്നത്. അത് തീർന്നു. അതുപോലെ തന്നെ ജ്യേഷ്ഠൻ പ്രധാനമന്ത്രി കാണിച്ച ഒരു പ്രോഗ്രാം ഉണ്ട്, PM ഇന്റേൺഷിപ്പ്. അതായത് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതിൽ തന്നെ ആ രാജ്യത്ത് തന്നെ ഏറ്റവും തൊഴിലില്ലായ്മ കൂടുതലുള്ളത് കേരളത്തിലാണ്. അപ്പൊ ഇങ്ങനെ തൊഴിലില്ലായ്മ കൂടുതലുള്ള ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ? ആ എംപ്ലോയബിലിറ്റി ഇല്ലാത്തത് കൊണ്ട്. അതായത് പഠിച്ചവർക്ക് പോലും, വിദ്യാസമ്പന്നർക്ക് പോലും എംപ്ലോയബിലിറ്റി ഇല്ല. എംപ്ലോയബിലിറ്റി ഉണ്ടാകണമെങ്കിൽ അവർക്ക് ഇന്റേൺഷിപ്പ് വേണം. അപ്പൊ ആ ഇന്റേൺഷിപ്പ് ഇല്ല. വെറും തിയറി പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്റേൺഷിപ്പ് കൊടുക്കാൻ വേണ്ടി PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ബജറ്റ് സമയത്താണ് പ്രധാനമന്ത്രി ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പിന്, അതായത് കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ച് കമ്പനികൾക്ക് ആളെ ഇന്റേൺഷിപ്പിന് റിക്രൂട്ട് ചെയ്യാം. അപ്പൊ കേന്ദ്രത്തിൻ്റെതായിട്ട് ഒരു ഫണ്ടിങ് അതും ഉണ്ടാകും. അതാണ് PM ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഈ ജോലി കിട്ടേണ്ട, അതായത് ജോലി കാക്ഷിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗം എന്നതുപോലെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് ഗവൺമെന്റ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കണക്റ്റഡ് ടു വർക്ക്, അങ്ങനെ അവർക്കൊരു ഇന്റേൺഷിപ്പ് തന്നെയാണ്. അത് PM ഇന്റേൺഷിപ്പ് പോലെ വേണമെങ്കിൽ നമുക്ക് അതിനെ മുഖ്യമന്ത്രി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പേരിട്ട് വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റേൺഷിപ്പ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാം അണ്ടർഗോ ചെയ്യണം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നു. ആ സത്യത്തിൽ ആ പ്രോഗ്രാം നല്ല പ്രോഗ്രാമാണ്. കാരണം എംപ്ലോയബിലിറ്റി നമ്മുടെ യുവതി യുവാക്കൾക്ക് അത്യാവശ്യമാണ്. ആ ഒരു പ്രോഗ്രാമിനെ അതുകൊണ്ട് കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അതും കണ്ടെത്താൻ വേണ്ടിയിട്ട് LDF അനുഭാവികൾ തന്നെ വേണം എന്ന് പറയുമ്പോൾ ഈ ഇന്റേൺഷിപ്പും LDF അനുഭാവികൾക്ക് മാത്രമല്ലേ കിട്ടൂ, അതല്ലാതെ ഉള്ളവർക്ക് കിട്ടില്ലല്ലോ എന്ന ഒരു വിമർശനം മാത്രമാണ് അതിനകത്ത് ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്ഷേമ പദ്ധതികളും ഒക്കെ ആയിട്ട് ഇപ്പൊ എന്തായിരിക്കും ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്? ഈ പറയപ്പെട്ട ഈ ക്ഷേമ പെൻഷൻ, ഈ പറയപ്പെട്ട പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ, ഇപ്പൊ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത പെൻഷനുകൾ കൊടുത്ത് LDFന്റെ തന്നെ ആൾക്കാരെ സർവേക്ക് എന്ന രീതിയിൽ വീടാന്തരം വിടുന്നു. അങ്ങനെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും അതൊരു വലിയ ബൃഹത്തായ ഒരു PR വർക്കാണ് ഈ ചെയ്യുന്നത്. ഗവൺമെന്റ് ചെയ്തതും ചെയ്യാത്തതുമായ, അതായത് ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസനം, ആ വികസനം ആര് കൊണ്ടുവന്ന വികസനമാണെങ്കിൽ, ഇപ്പൊ വിഴിഞ്ഞം വികസനം, അത് വിഴിഞ്ഞത്തിന്റെ ആ പ്രോജക്റ്റ് 2015 അത് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് UDF ഗവൺമെന്റ് എന്തുമാത്രം വിമർശനങ്ങൾ കേട്ടു, എന്തുമാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടി വന്നു. കാരണം ഇത് അങ്ങേയറ്റം എന്താ പറയുക, കൈക്കൂലിയും മറ്റതുപോലെയുള്ള അഴിമതിയും രൂക്ഷമായിരിക്കുന്ന എത്രയോ കോടിയുടെ അഴിമതിയുടെ കണക്കുകളാണ് അന്ന്. ഇപ്പൊ മന്ത്രിപദത്തിൽ ഇരിക്കുന്നവർ തന്നെ ആ മഹാസമരങ്ങളിലൊക്കെ പങ്കെടുത്തതാണ് ആ സ്കീമിന് പകരം, അതിനെതിരായിട്ട്, വിഴിഞ്ഞം പദ്ധതിക്ക് എതിരായിട്ട്. പക്ഷെ ഇപ്പൊ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് 2019 കംപ്ലീറ്റ് ചെയ്യും എന്നാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് തീരുമാനിക്കപ്പെട്ടിരുന്നത്. പക്ഷെ അത് ഇപ്പൊ 2024 കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേജ്. എന്നിട്ട് പോലും ആ സ്റ്റേജ് അത് എത്രയോ താമസിച്ചാണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. അതിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന, എന്തുമാത്രം എതിർപ്പുകൾ നേരിടേണ്ടി വന്ന ആ ഗവൺമെന്റ്, ആ UDF ഗവൺമെന്റിന് ആരെ പറ്റിയും ഒരു പരാമർശം പോലും ഇല്ലാതെയാണ് ആ പരിപാടികളൊക്കെ നടന്നതെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. അതുപോലെ അപ്പം ഇത് അന്നേരമൊക്കെ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിനെ പറ്റി ഇത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മാത്രം നേട്ടമാണ് എന്ന് പറഞ്ഞതുപോലെ കേരളം ഇന്ന് എത്തിപ്പറ്റിയിരിക്കുന്ന ഈ സാഹചര്യം മുഴുവൻ, ഇതുവരെയുള്ള എല്ലാ നേട്ടങ്ങളും LDF ഗവൺമെന്റ് നേട്ടങ്ങളാണ്, ഈ LDF ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഈ സർവേക്കാർ ഉദ്ദേശിക്കുക. അപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ പറ്റി, മെഡിക്കൽ സിസ്റ്റത്തെ പറ്റി, കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റം അങ്ങേയറ്റം, അതായത് ഇപ്പോ ഇന്നത്തെ കാർട്ടൂൺ, മനോരമയിലെ കാർട്ടൂൺ നോക്കിയാൽ അറിയാം. മുഖ്യമന്ത്രി ദുബായിൽ ചെന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ആരോഗ്യരംഗം അമേരിക്കൻ ആരോഗ്യരംഗത്തെക്കാൾ മികച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ഈ പൊയ് വാക്കുകൾ പറയുന്നതിന്റെ
പിന്നെ പരിണത ഫലം. അതായത് നമുക്കറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. മെഡിക്കൽ സിസ്റ്റം വെന്റിലേറ്ററിലാണ്, ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെപ്പറ്റി പറയുന്ന LDF മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് അതിനൊരു വിവരണം കൊടുക്കുന്നത്. ഈ തരത്തിൽ ട്വിസ്റ്റഡ് ആയിട്ട്, അതായത് എന്താണോ കേരളം അല്ലാത്തത് അതാണ് കേരളം എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക. അതുപോലെ എന്തൊക്കെയാണോ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്യാത്തത് അതൊക്കെ ചെയ്തു. എന്തൊക്കെ നേട്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ വഴി ഉണ്ടായ നേട്ടമാണ്. തീർച്ചയായിട്ടും പോയ കാലങ്ങളിലെ LDF ഗവൺമെന്റുകളൊക്കെ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്തില്ലെന്ന് പറയാനല്ല, പക്ഷേ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് PR വർക്ക് കാണിച്ച് ആ ത്വര അത് പണ്ടില്ലായിരുന്നു ഒരു ഗവൺമെന്റിനും. അതിപ്പോഴാണ് ഈ മോദി ഗവൺമെന്റിനല്ല, നേരത്തെ മോദി ഗവൺമെന്റിന്റെ വാജ്പേയി ഗവൺമെന്റിനും ഈ രോഗം ഉണ്ടായിരുന്നു. അതാ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് ഷൈൻ ചെയ്ത് ഇപ്പൊ ഇനിയും വാജ്പേയി ഗവൺമെന്റ് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് UPA ഗവൺമെന്റ് വരുന്നത്. അപ്പോ ഈ പിന്നെ NDA ഗവൺമെന്റിന് ആ രോഗം പണ്ടേ ഉണ്ട്. അതുപോലെ തന്നെ പിണറായി വിജയൻ ഗവൺമെന്റിനും ആ രോഗം ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോ ഈ PR വർക്കുകളൊക്കെ എത്ര കോടി രൂപയാണ് PR വർക്കിന് വേണ്ടി മാത്രം, മുഖം മിനുക്കലിന് വേണ്ടി മാത്രം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം PR വർക്കിന് വേണ്ടി ചെയ്ത പണം ജനക്ഷേമത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഈ PR വർക്കിന് വേണ്ടി കണ്ടമാനം ചെലവഴിച്ചാണ് ഈ ഫിസിക്കൽ ക്രൈസിസ് ഇത്ര രൂക്ഷമായത് എന്ന അവസ്ഥ നമുക്ക് മറക്കാൻ ഒക്കില്ല. അപ്പോൾ ഈ നവകേരള സർവേ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു കൺകെട്ട് വിധിയാണ്. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്താൻ, പിന്നെ ഈ കയ്യിലിരിക്കുന്ന കുറെ, അതായത് മൊത്തം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കടമെടുത്തും ഒക്കെ കൂട്ടിയിരിക്കുന്ന കുറെ പണമുണ്ട്. ആ പണം കൊണ്ടുപോയി ഈ പറയപ്പെട്ട ഉറപ്പായിട്ടും വോട്ട് കിട്ടും CPM-ൽ നിന്ന് ഉള്ള ആൾക്കാർക്ക് കൊടുക്കുക, ക്ഷേമ പദ്ധതികൾക്കാണ് എന്ന് പറഞ്ഞ്, അതുപോലെ ഇത് വർക്ക് ഇന്റേൺഷിപ്പിനാണെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ വനിതകളെ ചേർത്ത് പിടിക്കാനാണെന്ന് പറഞ്ഞ്, അതുപോലെ ADS കുടുംബശ്രീകളെ ചേർത്ത് പിടിക്കാനാണെന്ന് പറഞ്ഞ്, കുടുംബശ്രീകൾക്കും ADS-കൾക്ക് 1000 രൂപ വർക്കിംഗ് ഗ്രാന്റ് ആയിട്ട് പ്രതിമാസം കൊടുക്കാവുന്ന, അങ്ങനെ കുറെ ക്ഷേമ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്, പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത്തരം പദ്ധതികൾക്കൊക്കെ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന പണം അത് കടം കൊണ്ടതാകാം. ഉദാഹരണത്തിന് പിന്നെ കഴിഞ്ഞ 4-ാം തീയതി, അതായത് നവംബർ 4-ാം തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടർ വഴിയായിട്ട് 2000 കോടി കടമെടുത്തിട്ടുണ്ട്. അതുപോലെ 2500 കോടി കോഓപ്പറേറ്റീവ് സംഘങ്ങളിൽ നിന്ന് കടമായിട്ട് ഗവൺമെന്റിലേക്ക് കൈമാറണം, കയ്യിലുള്ള ഫണ്ട് കൈമാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിവിധ രീതികളിലാണ് ഗവൺമെന്റ് 10,000 കോടിയുടെ ക്ഷേമ പദ്ധതികളാണല്ലോ അന്ന് അനൗൺസ് ചെയ്തത്. ആ 10,000 കോടി കണ്ടെത്താൻ വേണ്ടി വിവിധ മാർഗങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മാർഗമാണോ ശബരിമല ചെയ്തിരിക്കുന്നത് എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഈ തരത്തില് പണം സമാഹരിച്ച് വീണ്ടും ഭരണത്തിൽ വരാനുള്ള ഒരു കളിയാണ്, ഒരു PR വർക്കാണ്. അതിനുവേണ്ടി 20,000 കോടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ PR വർക്കിന്, ഈ നവകേരള സർവേക്ക് വേണ്ടിയിട്ട് 20,000 കോടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് കടം മേടിച്ചോ എങ്ങനെയും ആകട്ടെ. അപ്പോ ഈ 20,000 കോടിയിൽ ഒരു പക്ഷേ ഈ 10,000 കോടി ക്ഷേമത്തിന് വേണ്ടി കൊടുക്കുന്നതും മറ്റു 10,000 കോടി ഈ റിക്രൂട്ട് ചെയ്യുന്ന സേനയാണല്ലോ ഇതിനു വേണ്ടി നടക്കുന്നത്. ഈ സേനയ്ക്ക് ശമ്പളവും പിന്നെ TA DAയും ഒക്കെ ആയിട്ട് കൊടുക്കുന്നതും ആയിരിക്കാം. എന്താണെങ്കിലും ഈ തരത്തിൽ PR വർക്ക് ചെയ്തല്ല ഒരു ഡെമോക്രസിയിൽ ഒരു ഗവൺമെന്റ് ഭരണത്തിൽ വരേണ്ടത്. ഇങ്ങനെ സർവേ നടത്തുകയല്ല, സർവേ ഇറങ്ങിപ്പോകാൻ സമയത്തല്ല സർവേ നടത്തേണ്ടത്, വരുമ്പോഴാണ് സർവേ നടത്തേണ്ടത്. ജനങ്ങൾക്ക് എന്താവശ്യമുണ്ട്, അങ്ങനെ വന്നപ്പോഴാണല്ലോ നവകേരള സദസ് നടത്തിയത്. അന്ന് കണ്ടെത്താത്ത എന്ത് കാര്യമാണ് ഇറങ്ങാൻ സമയത്ത് ഗവൺമെന്റ് കണ്ടെത്താൻ പോകുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഏതായാലും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ്. ഈ മലയാളികൾ സാക്ഷരരായതുകൊണ്ട് മാത്രം മലയാളികൾ മിടുക്കരാകുന്നില്ല. യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ പറ്റണം. ഒരു ഗവൺമെന്റ് വരുമ്പോൾ ചെയ്യേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ, ശരി, ഈ 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെ ചേർത്ത് പിടിക്കണമായിരുന്നെങ്കിൽ അവർക്ക് വന്നപ്പോഴേ 1000 രൂപ വീതം കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, ക്ഷേമ പെൻഷനെങ്കിലും, അതായത് നമ്മുടെ 1600 രൂപ കൊടുത്തുകൊണ്ടിരുന്നത് അത് ഇപ്പോഴാണ് 2000 ആക്കിയത്. 2500 ആക്കാമെന്നാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോയില്
കാണിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ വാഗ്ദാനം പാലിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ 2000 ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് നല്ലത് തന്നെയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവർക്ക് അത്രയെങ്കിലും ആശ്വാസം ആയി എന്നതിൽ സമാധാനിക്കും. ഏതായാലും ഒരു ഗവൺമെന്റും ഫ്രീ ബീസ്, അതായത് പൊതുജനം നികുതിയായിട്ട് വരുന്ന, ഖജനാവിലേക്ക് വരുന്ന ജനങ്ങളുടെ നികുതി പണം, ആ പണം കൈയിട്ട് വാരി തോന്നിയതുപോലെ തോന്നുന്നവർക്ക് കൊടുത്ത് വീണ്ടും വീണ്ടും ഭരണത്തിലെത്തി ഇതാണ് ക്ഷേമപ്രവർത്തനം എന്ന് പറയുന്നത്, അത് ഒരു കാരണവശാലും ജനാധിപത്യമല്ല. അത് ജനാധിപത്യത്തിന്റെ വേരറുക്കലാണ്. ജനാധിപത്യത്തിന് കടക്കൽ കത്തിവെക്കലാണ്. അങ്ങനെ LDF, അതായത് കേരളത്തിൽ വീണ്ടും മൂന്നാമതൊരു വട്ടം കൂടി ഭരണത്തിൽ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് വീണ്ടും LDF വരണമോ ഭരണത്തിൽ എന്ന് LDFകാരും ആലോചിക്കണം, മറ്റെല്ലാവരും ആലോചിക്കണം. കാരണം ഈ കേരളം, ഈ ഇന്ത്യ ഇതുപോലെ പോകുന്നത് പതുക്കെയാണെങ്കിൽ വികസനത്തിൽ മുന്നേറുന്നത് നമ്മൾ ഒരു ഡെമോക്രസി ആയിട്ട്, ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് തുടരുന്നത് കൊണ്ടാണ്. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഈ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ആവശ്യമുള്ള മതസഹിഷ്ണുത നമുക്കുണ്ട്. അതുപോലെ ഈ വികസനം ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ ഒരു പ്രത്യേക പാർട്ടിയിലോ ജനവിഭാഗത്തിലോ ഒതുങ്ങിക്കൂടേണ്ടതല്ല. അത് സർവർക്കും ഒരുപോലെ, അതായത് ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റബിൾ ആയിട്ട് വിതരണം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വികസനം മാത്രമാണ് ജനക്ഷേമത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, അതായത് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, മനുഷ്യ സന്തോഷ സൂചിക ഉയരണമെങ്കിൽ നാം നേടുന്ന വളർച്ച, അതായത് ആ ഗ്രോത്തിനെ ജനങ്ങളിലേക്ക് ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ, എല്ലാവരിലും അതിന്റെ ഗുണം എത്തുമ്പോൾ മാത്രമേ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് HPI, അത് ഗ്ലോബൽ ആയിട്ട് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇന്ത്യ അതിൽ 141 പൊസിഷനിലെങ്ങാണ്ടാണ് കിടക്കുന്നത്. 196 രാഷ്ട്രങ്ങളിൽ 141 142 മറ്റോ ആണ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് സർവേ അനുസരിച്ചുള്ള പൊസിഷൻ. അങ്ങനെയല്ല വരേണ്ടത്. നാം വളരെ അതായത് 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരു സമത്വ സുന്ദരമായ രാജ്യമാക്കി മാറ്റുക അത്ര എളുപ്പമല്ല. പക്ഷേ അതിനുള്ള ശ്രമമാണ് വേണ്ടത്. ആ ശ്രമം ഫ്രീ ബീസ് കൊടുത്തല്ല, നല്ല കഠിനാധ്വാനത്തോടെ, ചിന്തയിലും കർമ്മത്തിലും കഠിനാധ്വാനികളായിട്ട് ജനം മുന്നോട്ട് പോകണം. അതായത് വികസനം എല്ലാവരിലേക്കും എത്തിപ്പെടുമ്പോൾ, എല്ലാവരുടെയും സന്തോഷകരമായ സമാധാനപരമായ ജീവിതത്തിന് അത് താങ്ങാകുമ്പോഴാണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് റാങ്കിൽ നാം മെച്ചപ്പെടുക.